എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ എൻ്റെ വീഡിയോ ഞാൻ നട്ട കുറേ മുളകുകളെക്കുറിച്ചാണ്. കൊമ്പൻ മുളക്, ഉണ്ട മുളക്, കാന്താരി 2-3 തരം ഡിഫറൻ്റ് ആയിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ അത്യാവശ്യം കുറച്ച് വിളവായതൊക്കെ കൂടി പറിച്ച് ഞാനിവിടെ പാത്രത്തിൽ വെച്ചിട്ടുണ്ട് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട്. ഇനി കപ്പ പറിച്ച്, പറമ്പിൽ കപ്പ നിൽപ്പുണ്ട്, കപ്പ പറിച്ച് പുഴുങ്ങി ഇതും അരച്ച് ഞാൻ നിങ്ങളുടെ മുമ്പ് കൊണ്ടുവരുന്നതായിരിക്കും. ഓക്കെ, ബൈ. ഇന്ന് കപ്പ പുഴുങ്ങിയതും മുളക് ചമ്മന്തിയാണ് ഇന്നത്തെ റെമഡി. ഈ പച്ചക്കപ്പ കഴിക്കുമ്പോൾ ഷുഗറുകാർക്കും അതിനെ മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ഒരു മിനി റെമഡി കൂടെ ഇതിനകത്ത് ആഡ് ചെയ്യുന്നുണ്ട്. എല്ലാവർക്കും ശ്രദ്ധിച്ചത് മനസ്സിലാക്കി ചെയ്യുക. നമ്മുടെ കപ്പ പറിച്ച് കഴുകി അടുപ്പിൽ വെക്കാൻ പോവുകയാണ്. ഈ കപ്പയ്ക്ക് ഈ മുളക്, ചുവന്നുള്ളി, ഉപ്പ്, വെളുത്തുള്ളി ഇത്രയും വെച്ച് ഇതിന് കറിയാക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഷുഗറുകാർക്ക് കപ്പ കഴിക്കുമ്പോൾ ഷുഗർ കൂടുമെന്നുള്ള പേടിയുടെ ആവശ്യം കുറച്ചൊക്കെ നമുക്ക് ലിമിറ്റ് ചെയ്ത് ചെയ്യാൻ പറ്റും. ഈ കപ്പ തിളച്ച് ഒരുവിധം വേവാകുമ്പോൾ ഇത്രയുള്ള കപ്പയുടെ അളവനുസരിച്ച് ഇത്രയുള്ള ഒരു വെളുത്തുള്ളി നന്നായിട്ട് ചതയ്ക്കണം. അത് നന്നായിട്ട് കഴുകി എടുത്താൽ മതി. അതിൻ്റെ തൊലിയോ വേറെ ഒരു സാധനവും കളയണ്ട. അത് ചതച്ചെടുത്ത് ഇത് സമൂലം ഇതിലേക്കിടുക. ഇതിലേക്കിട്ടിട്ട് ഇതിന് കണക്കിനുള്ള ഉപ്പും കൂടെ ഇട്ട് ഒരു 5 മിനിറ്റ് കൂടെ വേവിക്കുക. വേവിച്ച് കണക്ക് വേവാകുമ്പോൾ ഇത് ഊറ്റിയെടുക്കുക. ഊറ്റിയെടുത്ത് കഴിയുമ്പോൾ ഈ വെളുത്തുള്ളിയുടെ അംശം എടുത്ത് കളയുക. അപ്പം ഷുഗറുകാർക്ക് പച്ചക്കപ്പ തിന്നുന്നതുകൊണ്ടും കുഴപ്പമില്ല. ഇനി ഇത് പുഴുങ്ങിക്കൊണ്ട് വരാം, മുളകും അരച്ചുകൊണ്ട് വരാം കേട്ടോ. ഇനി കപ്പ 3/4 ഭാഗം വേവായി. അപ്പം അതിലേക്ക് നമ്മൾ ആ വെളുത്തുള്ളി ചതച്ചിടുന്നു. ഈ ചതച്ചിട്ട് അതിന് കണക്കിനുള്ള ഉപ്പ്, ഈ കപ്പയ്ക്ക് കണക്കിനുള്ള ഉപ്പ് അതുകൂടെ ഇട്ട് ഇളക്കി ഇനി വേവാകുമ്പോൾ ഊറ്റി കൊണ്ടുവരാം. കപ്പ പുഴുങ്ങിയത് റെഡിയായി. ഇനി കപ്പ പുഴുങ്ങുമ്പോൾ കഴിക്കാൻ ഒരു വെള്ളം, വായുവിനെ എഫക്റ്റ് ചെയ്യാനുള്ള ഒരു വെള്ളം കൂടെ തയ്യാറാക്കാം. വേണമെങ്കിൽ ഒരല്പം അയമോദകം ഇടാം. അയമോദകം ഒരു 5 പഴുത്ത പ്ലാവിലയുടെ മൂട്, അല്പം ജീരകം, കുറച്ച് ചുക്ക് അല്ലെങ്കിൽ ഇഞ്ചി, ഇത് ചെറുതായിട്ടൊന്നൊരു ഓട്ടുവറ വറുത്ത് അതൊന്ന് ചതച്ച് ആവശ്യത്തിന് വെള്ളം വെച്ച് ഒരു 10 മിനിറ്റ് നേരം തിളപ്പിച്ച് അതിൻ്റെ എസൻസ് എല്ലാം അതിനകത്ത് വന്നു കഴിഞ്ഞതിന് ശേഷം വേണമെങ്കിൽ ഡൈലൂട്ടാക്കുക, വേറെ വെള്ളം ഒഴിച്ച് നീട്ടിയെടുത്ത് അതുകൂടെ ഈ കപ്പയുടെ കൂട്ടത്തിൽ കഴിക്കാൻ പറ്റും. ഈ എണ്ണയാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും പേടിയാണ്, വെളിച്ചെണ്ണ ഉപയോഗിക്കുമ്പോൾ ഈ കൊളസ്ട്രോൾ ഉണ്ടാകുമെന്ന്. ശരിക്കും ശുദ്ധി ചെയ്താൽ നമ്മൾ തേങ്ങ ഉണക്കിയെടുത്ത ആട്ടിയ വെളിച്ചെണ്ണയിൽ നല്ല കൊളസ്ട്രോളിനെയാണ് ഉണ്ടാക്കുന്നത്. ചീത്ത കൊളസ്ട്രോളിനെ അത് കുറയ്ക്കുകയും നല്ലതിനെ നോർമലാക്കുകയും ചെയ്യാനുള്ള ഒരു കഴിവ് നല്ല വെളിച്ചെണ്ണയിലുണ്ട്. അപ്പം അതുകൊണ്ട് നല്ല വെളിച്ചെണ്ണ ഉപയോഗിച്ച് മുളക് ചമ്മന്തിക്കകത്തൊഴിച്ച് നിങ്ങളെല്ലാവരും അത് ഉപയോഗിക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോകൾ ഓരോന്നും ഒരു യൂസ്ഫുള്ളാണെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ എൻ്റെ വീഡിയോ കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക്